രണ്ട് നവജാത ശിശുക്കളെ അവിവാഹിതരായിട്ടുള്ള കാമുകന്മാർ കൊലപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ യുവാവിനെ പറ്റിയും ആ യുവതിയെയും യുവാവ് നടത്തിയ കൃത്യത്തെ പറ്റിയും ഒക്കെയുള്ള വാർത്തയാണ്. എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. എന്താണ് ഉണ്ടായത് ഭവിനും അനീഷയും തമ്മിലുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നവജാത ശിശുക്കളായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ഇവർക്ക് തന്നെ ഉണ്ടായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടി എന്നുള്ളതാണ് കേസ്. അതായത് ഇവർ പരിചയപ്പെടുന്ന ഘട്ടം മുതൽ നമ്മൾ പരിശോധിക്കുന്നു. 2020 ഫേസ്ബുക്കിലൂടെയാണ് അനീഷയും ഭവിനും പരിചയപ്പെടുന്നത്. അങ്ങനെ ഫേസ്ബുക്ക് വഴി ഇരുവരും പരിചയപ്പെടുന്നു, വിവാഹം ചെയ്യാൻ ഇരുവരും തീരുമാനിക്കുകയാണ്. പിന്നീട് അവർ ഒരുമിച്ചുള്ള ഒരു കാലഘട്ടം ഉണ്ടാകുന്നു. 2021 അനീഷയ്ക്ക് ആദ്യ കുഞ്ഞ് പിറക്കുകയാണ്. അനീഷ അവരുടെ വീട്ടിൽ തന്നെയാണ് ആ സമയത്തുമുള്ളത്. ഇങ്ങനെ പക്ഷേ ആ കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ കുഞ്ഞ് പൊക്കിൾക്കൊടിയുമായി വേർപ്പെടുത്താൻ പറ്റാത്ത വണ്ണത്തിൽ ആ കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഈ യുവതിയുടെ തന്നെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് വീട്ടുവളപ്പിൽ തന്നെ ഈ കുഞ്ഞിനെ കുഴിച്ചിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. വീട്ടുവളപ്പിൽ കുഴിച്ചിടുന്നു. പക്ഷെ അന്ന് അയൽവാസി ഇക്കാര്യങ്ങൾ കണ്ടു എന്നുള്ളൊരു സംശയം അനീഷയ്ക്ക് ഉണ്ടാവുകയാണ്. ആ സമയത്ത് തനിക്കെതിരെ അയൽവാസി മോശമായി സംസാരിച്ചു, അപകീർത്തി പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലൊരു കേസ് നൽകുന്നു. അങ്ങനെ അനീഷ പോലീസിൽ കേസ് നൽകുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പിന്നീട് ഈ അയൽവാസിയെ വിളിച്ച് സംസാരിക്കുന്നു. മറ്റ് ചർച്ചകളൊന്നും പാടില്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, മറ്റു തരത്തിലേക്കുള്ള ചർച്ചകൾ വേണ്ട, ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പോലീസ് എന്നത് അവിടെ അവസാനിപ്പിക്കുകയാണ്. 2024 അനീഷയ്ക്കും ഭവനും വീണ്ടും രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നു. 2024 ജനിച്ച ആ കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ തന്നെ ഈ യുവതിയും യുവാവും തീരുമാനിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ മുഖത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് ശ്വാസം കിട്ടാത്ത വണ്ണം ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ ചെയ്തത്. പിന്നീട് അനീഷയും ഭവനും തമ്മിൽ തർക്കമുണ്ടാവുകയാണ്. ഇരുവരും തമ്മിൽ ഈ കുഞ്ഞിന്റെ മരണത്തിന് ശേഷം വലിയ തോതിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അനീഷയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന തരത്തിലുള്ള സംശയം ഇയാളിൽ ബലപ്പെടുന്നു. അങ്ങനെ സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിൽ ഇയാൾ പിന്നീട് അനീഷ ഏതെങ്കിലും തരത്തിൽ തന്നെ വിട്ടുപോകുമോ എന്നുള്ള സംശയം ഉണ്ടായതിനെ തുടർന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തിയതിന്റെ പാപഭാരം നമുക്കുണ്ടാകും. അത് തീർക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ അസ്ഥി നമുക്ക് നിമഞ്ജനം ചെയ്യണം. ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ കുഞ്ഞിന്റെ സമയത്ത് തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു ഭവിൻ അനീഷയോട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി എടുത്തു വച്ചിരുന്നു. അത് നിമഞ്ജനം ചെയ്യാമെന്ന് യുവാവ് പറയുകയാണ്. ഭവിൻ പറയുന്നു. അങ്ങനെ അനീഷയോട് ഈ അസ്ഥി ഇയാൾ തിരികെ വാങ്ങുകയാണ്. കുഞ്ഞുങ്ങൾ ഈ അസ്ഥി വാങ്ങുന്നത് മറ്റൊന്നിനുമല്ല, അതായത് ഈ അസ്ഥി ആണ് ആകെ തെളിവായിട്ടുള്ളതെന്ന് ഇയാൾക്കറിയാം. അപ്പോൾ തെളിവിനായിട്ട് അനീഷ ഏതെങ്കിലും തരത്തിൽ തന്നെ വിട്ടുപോവുകയാണെങ്കിൽ അത് പോലീസിന് മുൻപിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ അസ്ഥി ഇയാൾ യുവതിയിൽ നിന്ന് വാങ്ങിവെക്കുന്നു. ഞാനത് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ ഇയാൾ തൻ്റെ പങ്കാളിക്ക് അല്ലെങ്കിൽ കാമുകിക്ക് മറ്റു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ തരത്തിൽ സംശയിച്ചുകൊണ്ട് ഇയാൾ പോലീസിന് മുന്നിൽ ഈ അസ്ഥികൾ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ നവജാത ശിശുക്കളുടെ അസ്ഥി തന്നെയാണ് ഇത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം.